ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണത്തിന് ഓർഡർ കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫോണെടുത്ത് കോളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വീഡിയോസൊക്കെ കണ്ട് കുറേ സമയം പരസ്പരം സംസാരിച്ച് ഒരുപക്ഷെ ആ റെസ്റ്റോറൻറ്റിനെ പറ്റിയോ അവിടുത്തെ ഭക്ഷണത്തെ പറ്റിയോ മുൻപ് കയറിയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിലെ ഭക്ഷണത്തെ കമ്പയർ ചെയ്തോ അതിൻ്റെ രുചിയെയും അതിൻ്റെ ഗുണനിലവാരത്തെ പറ്റിയോ ഒക്കെ ഇങ്ങനെ സംസാരിച്ച് കാത്തിരിക്കും. ഏറെ സമയത്തെ കാത്തിരിപ്പിന് ഒടുവിൽ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണ സാധനം നമ്മളുടെ മേശപ്പുറത്തേക്ക് വരും. പിന്നെ അത് ടേസ്റ്റ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് കസേരയൊക്കെ ഒന്ന് മുന്നോട്ട് വലിച്ചിട്ട് വേണ്ടി വന്നാൽ ഇരിക്കുന്ന കസേരയിൽ നിന്ന് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നുന്ന മറ്റൊരു സീറ്റിലേക്ക് മാറിയിരുന്ന് കൂടുതൽ ആസ്വദിച്ച് ആ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. പക്ഷേ ഈ വീഡിയോയിൽ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് അടുത്ത നിമിഷം കാണുന്നത്. ആ ഭക്ഷണ സാധനങ്ങളിലേക്ക് ആ മനുഷ്യൻ ഊപ്പുകുത്തി പോവുകയാണ്. തൊട്ടു മുമ്പേ ഉള്ള നിമിഷം ഓർഡർ ചെയ്ത ഭക്ഷണത്തിൻ്റെ രുചി, അതിൻ്റെ മണം, അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം മനസ്സിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ സ്വപ്നങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് അനന്തമായി വീണു പോവുകയാണ്. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് സ്വപ്നങ്ങളും പേര് നടക്കുന്നവരാണ് നമ്മളൊക്കെ. എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മളുമായി സഹകരിക്കുന്നവരുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. നാം മരിച്ചുപോയാലും നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കണം. അതിന് സ്നേഹവും സന്തോഷവും സമാധാനവും വാരിക്കോരി പകർന്നു നൽകുവാൻ നമ്മളുടെ ഈ ചെറിയ ജീവിതത്തിലൂടെ കഴിയണം. വാശിയും വൈരാഗ്യങ്ങളും മാറ്റിവെച്ച് മനുഷ്യത്വത്തോടു കൂടി പെരുമാറുവാൻ പ്രിയപ്പെട്ടവരെ